ഹലോ എവരിവൺ, എൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കേരള PSCയിൽ പുതിയ കമ്മീഷൻ യോഗ തീരുമാനത്തിൽ കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. മത്സ്യഫെഡ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഡിസംബർ 30-നാണ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുന്നത്. അപ്പം മാനേജർ IT അതേപോലെ അസിസ്റ്റന്റ് മാനേജർ IT ഈ രണ്ട് പോസ്റ്റിലേക്കാണ് മത്സ്യഫെഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഡിസംബർ 15-ന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻസിന്റെ തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് 30-ാം തീയതി പുറത്തു വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയാം. ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ക്വാളിഫിക്കേഷൻസ് എന്താണ്, അങ്ങനെ തുടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരം തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. ഓൾറെഡി അവർക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആക്റ്റീവ് ആണ്. കാറ്റഗറി നമ്പർ 442/2025 അസിസ്റ്റന്റ് പ്രോഗ്രാമർ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, അതേപോലെ 460/2025 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ മത്സ്യഫെഡ്. അപ്പോൾ ഇതിന് രണ്ടിനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025 ആണ്. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 31-ആണ്. പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഡിസംബർ 30-നാണ്. അപ്പം നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ എൻഎസ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് പ്രോഗ്രാമറിന്റെയും കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെയും ബാച്ചസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള റാങ്ക് ഫയൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്കും കമന്റ് സെക്ഷനിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.